അനുഭവമായിപ്പോയി. ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ മന്ത്രി ഒരിക്കൽ കൂടി ഉരുളെടുത്ത ഭൂമിയിലെത്തി. എന്നാൽ ആശ്വാസവാക്കുകൾക്ക് പകരം പുറത്തുവന്നത് നിസ്സഹായനായ മനുഷ്യന്റെ രോദനമായിരുന്നു. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഒരു മിനിറ്റ്. ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. നീണ്ട 13-ാം നാളും മുണ്ടക്കൈ സ്വദേശി നാസറിനും പിതാവിനും വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. കുടുംബത്തിലെ 15 പേരുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തി. ബന്ധുവീട്ടിലായിരുന്ന നാസറിന്റെ മകൻ ഇന്ന് അച്ഛനെ തേടി വീട്ടിലെത്തി. ഉപയോഗിച്ച് പഴകിയ പലതും മണ്ണിലലിഞ്ഞു. അവശേഷിച്ചവ നിധി പോലെ വീണ്ടെടുത്തു. നാസറിന്റെ മകനെ കെട്ടിപ്പിടിക്കുമ്പോഴും മന്ത്രിയുടെ നെഞ്ചിൽ തീരാ നോവായിരുന്നു. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തമുഖത്ത് മന്ത്രി AK ശശീന്ദ്രൻ ആദ്യ ദിനം മുതലുണ്ടായിരുന്നു. ദുരന്ത നിവാരണത്തിനായി നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗം കൂടിയാണ് അദ്ദേഹം. മാതൃഭൂമി ന്യൂസ്, വയനാട്.